അപ്പോൾ നമ്മുടെ ന്യൂമറിക്കൽ ടെക്നിക് ആദ്യം ഫസ്റ്റ് വൺ ഒരു ഓവർവ്യൂ കൊടുത്തിരിക്കുന്നതാണ്. വാട്ട് ഈസ് കമ്പ്യൂട്ടർ ഓറിയന്റഡ് ന്യൂമറിക്കൽ? എന്താണ് ഈ കമ്പ്യൂട്ടർ ഓറിയന്റഡ് എന്ന് പറയാനുള്ള റീസൺ എന്താണ്? ഐഡിയ ഉണ്ടോ? നിങ്ങൾ BCA സ്റ്റുഡൻസ് അല്ലേ? കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട അതായത് ഓക്കെ, അത് ന്യൂമറൽസ് മുഴുവൻ നമ്മൾ കമ്പ്യൂട്ടർ ന്യൂമറൽസ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടൂൾസ് യൂസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ വി ആർ യൂസിങ് കമ്പ്യൂട്ടേഴ്സ് ടു സോൾവ് ദീസ് ന്യൂമറിക്കൽ മെത്തേഡ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇൻട്രൊഡക്ടറി പാർട്ടിൽ നമ്മൾ ആ ന്യൂമറൽസ് എന്തൊക്കെയാണ്, പിന്നെ കമ്പ്യൂട്ടറിലോട്ട് നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ന്യൂമറിക്കൽ ടെക്നിക്സ് ആർ ഓൾ അബൌട്ട് ഡിസൈനിങ് അൽഗോരിതംസ് ആൻഡ് or constructive methods for solving mathematical problems, okay, which use only computer representable numbers, okay, or we say that computer numbers എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കമ്പ്യൂട്ടറിലാണ് അത് ഫീഡ് ചെയ്യുന്ന നമ്പേഴ്സ് അല്ലേ. കമ്പ്യൂട്ടറിലോട്ട് നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ യൂസ് ഓൺലി ദ ന്യൂമറിക്കൽ ഓപ്പറേഷൻസ് പ്ലസ് മൈനസ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ഓക്കെ 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 ഓക്കെ. ഇനി അപ്പം കമ്പ്യൂട്ടറിലോട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വലിയ നമ്പേഴ്സിലോട്ടൊക്കെ, കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തോട്ട് ഫീഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് നമ്മൾ സ്റ്റോർ ചെയ്ത് അല്ലേ, നിങ്ങൾ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന കുട്ടികളല്ലേ. അപ്പോൾ നമ്മളൊരു ന്യൂമറൽസിനെ നമ്മൾ കമ്പ്യൂട്ടറിലോട്ട് എൻ്റർ ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുന്നത്, നമ്മൾ അവിടെ നേരത്തെ ഒരു വേരിയബിളിനെ ഡിഫൈൻ ചെയ്യുന്നു അല്ലേ, അവിടെ ഒരു മെമ്മറി അലൊക്കേഷൻ നമ്മൾ കൊടുക്കുന്നു, റൈറ്റ് അല്ലേ. വേരിയബിളിനെ ഡിഫൈൻ ചെയ്യുന്ന പറഞ്ഞാൽ സിസ്റ്റം അതിൻ്റെ അകത്തൊരു കുറച്ച് ഒരു മെമ്മറി നമ്മൾ എത്രയാണോ അതിൻ്റെ കൊടുത്തിരിക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മെമ്മറി അവിടെ സിസ്റ്റം അലോക്കേറ്റ് ചെയ്ത് വെക്കണം അല്ലേ. അപ്പോൾ സിസ്റ്റത്തിനൊരു വലിയ ഒരു മെമ്മറി അതിന് വേണ്ടി മാറ്റി വെക്കാൻ പറ്റത്തില്ല. സോ സിസ്റ്റം അതിനു വേണ്ടി മാറ്റി വെക്കുന്ന മെമ്മറി മാറ്റി വെക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് സംഭവിക്കും, വലിയ നമ്പറുകൾ, ഇൻഫിനിറ്റ് നമ്പർ, റിയൽ നമ്പേഴ്സ് ഇൻഫിനിറ്റി അല്ലെങ്കിൽ അതിൻ്റെ എക്സ്റ്റെൻഡഡ് വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സാധാരണ നമ്മുടെ പ്രാക്ടിക്കൽ സിറ്റുവേഷൻ നമ്മൾ ചെയ്യുന്നതാണ് റൗണ്ട് ചെയ്യാൻ നമ്മൾ പറയും അല്ലേ. നമുക്ക് ചിലപ്പം 535.076479 എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവിടെ 2 ഡിജിറ്റ്സിന് അല്ലെ 3 ഡിജിറ്റ്സിനൊക്കെ റൗണ്ട് ചെയ്യാൻ നമ്മൾ പറയും അല്ലേ. അതായത് നെക്സ്റ്റ് ഡിജിറ്റ് 5 ഓർ എബോവ് ആണെങ്കിൽ 1 ആഡ് ചെയ്യും, അല്ലെങ്കിൽ ഇവിടെയാണെങ്കിൽ നമ്മൾ എന്ത് 3 ഡിജിറ്റിനാണെങ്കിൽ 076 ആണ്, 2 ഡിജിറ്റ്സിനാണെങ്കിലോ 08 എന്ന് നമ്മൾ പറയും അല്ലേ. ഓക്കെ, അപ്പൊ സിസ്റ്റത്തിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെയുള്ള, അതായത് അത്രയും ഭാഗം നമ്മൾ മാറ്റുവാണ്, അത്രയും നമ്മൾ മാറ്റുമ്പോൾ ഡെഫിനറ്റ്ലി അതൊരു എറർ, എക്സാക്ട് വാല്യൂ നമുക്ക് സിസ്റ്റത്തിൽ ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ട്രങ്കേഷൻ, ഇതുപോലെ തന്നെ നമ്പറിന്റെ ഈ എക്സാമ്പിൾ e⁻x ആണെങ്കിൽ 1 + x + x²/2, എക്സിന്റെ വാല്യൂ സ്മോൾ ആണെങ്കിലോ ഈ പറഞ്ഞ പോലെ വലിയൊരു പാർട്ടിലോട്ട് അങ്ങ് പോകും. അവിടെ നമ്മൾ എന്ത് ചെയ്യും, എക്സ്റ്റെൻഡഡ് പാർട്ടുകൾ, അതിനകത്ത് സിസ്റ്റത്തിന്റെ അകത്ത് വരുന്ന ഒരു മെമ്മറി നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്, അതിന് മുന്നോട്ട് പോകുന്നതെല്ലാം നമ്മൾ ട്രങ്കേറ്റ് ചെയ്തുകൊള്ളും. അവിടെ നമുക്ക് ഒരു എററാണ്, ദാറ്റ് ഈസ് നമുക്ക് എക്സാക്ട് ആയിട്ടുള്ള നമ്പർ അല്ല നമ്മളവിടെ സ്റ്റോർ ചെയ്യുന്നത്, ഒരു ചെറിയൊരു എറർ എന്ന് പറയുന്ന വലിയ എറർ ആയിരിക്കത്തില്ല, ഒരു സ്മോൾ എറർ വിൽ ബി ദർ. ഓക്കെ, സോ നമ്മൾ സിസ്റ്റത്തിലോട്ട് എങ്ങനെയാണ് നമ്മൾ അതിനെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ സിസ്റ്റത്തിലോട്ട് കമ്പ്യൂട്ടേഴ്സിനെ കൊണ്ടുവരുന്നതാണ്. ഇനി സിസ്റ്റംസ് ജസ്റ്റ് ഒരു റിഫ്രഷ് ചെയ്ത് പോകാനായിട്ട് നമ്മൾ പറയുകയാണ്, നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ആരൊക്കെയാണ്, 0, 1, 2 എക്സെട്ര. ദെൻ ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ -2 പ്ലസ് അല്ലേ, ദ ഹോൾ നമ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് വരുന്നത്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 0 to പോസിറ്റീവ് ഇൻഡിജേഴ്സ് മാത്രമേ ഉള്ളൂ. ദെൻ ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആസ് വെൽ ആസ് നെഗറ്റീവ് ഇൻഡിജേഴ്സ്. ഓക്കെ, ഇനി വി ഹാവ് അനദർ കാറ്റഗറി ഓഫ് ന്യൂമറൽസ്, എന്താണ്, റാഷണൽ നമ്പേഴ്സ്. ഓക്കെ, കേൾക്കുന്നുണ്ടോ? A/B ഫോം വേർ A and B ആർ ഇൻഡിജേഴ്സ്, B not equal to 0. ദെൻ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കാറ്റഗറിയിൽ എല്ലാ കാര്യങ്ങളും പെടും. ദെൻ വി ഹാവ് അനദർ വൺ, കോംപ്ലക്സ് നമ്പേഴ്സ്. നമുക്കറിയാം A+IB ഫോം അല്ലേ, റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ട്. ഓക്കെ, ഇതൊക്കെ നമുക്കറിയാവുന്ന, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ളതേ ഉള്ളൂ. സെറ്റ് ഓഫ് ന്യൂമറൽസ്. ഓക്കെ, നമുക്ക് ഈ ന്യൂമറൽസ് എന്ന് നമ്മൾ പറയുന്നത് ജനറലി നമ്മൾ പറഞ്ഞാൽ ഇതിന് സിസ്റ്റത്തിനെയാണ് പറയുന്നത്.
ഓക്കെ, എ ഡെസിമൽ ന്യൂമറൽ സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാ? ഡെസിമൽ സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ? ദാറ്റ് ഈസ് വി ഹാവ് 10 ഡിജിറ്റ്സ് 0 to 9. ഇസ്ന്റ് ഇറ്റ്? നമ്മൾ പ്രാക്ടിക്കലി അല്ലെ നമ്മൾ ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന മാത്തമാറ്റിക്സ് യൂസ് ചെയ്യുന്ന ന്യൂമറൽ സെറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഡെസിമൽ ആണ്. ഇസ്ന്റ് ഇറ്റ്? ദാറ്റ് ഈസ് വി ഹാവ് 10 ഡിജിറ്റ്സ്. അതുകൊണ്ടാണ് ദാറ്റ് ഈസ് വൈ ദിസ് നെയിം ഡിജിറ്റ് ഡെസിമൽ. ഓക്കെ, then another numeral set familiar with the binary numeral set. It is of the form ഏതാണ്? 0 1. 0 1 ബൈനറി സിസ്റ്റം ആണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നത് അല്ലേ? കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് ബൈനറി ന്യൂമറൽ ആണ് അല്ലേ? isn't it? Yes. Okay, then Roman numeral set ഏതാ നമുക്ക് വരുന്നത്? I, B, X, L, C, D, where I represent 1, V represent capital letter, represent 5, X represent 10, L represent 50, C represent 100, D represent 500, M represent 1000, etc. Okay. Then we have another one, in context of computer system. Computer use ചെയ്യുന്ന computer feed ചെയ്യുന്ന വേറൊരു categories ആണ്. Usually hexadecimal computer സ്റ്റോർ ചെയ്യാറുണ്ട് ഹെക്സാഡെസിമൽ ആയിട്ടും. ദാറ്റ് ഈസ് ഹെക്സാഡെസിമൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16 നമ്പേഴ്സ് ആർ ദർ. ഓക്കെ, ദാറ്റ് ഈസ് 0 to 9, 10 ക്യാപിറ്റൽ ലെറ്റേഴ്സ് എന്ന് പറയുന്നത് 10 ഉണ്ട്. ദെൻ 6 നമ്പേഴ്സ് ക്യാപിറ്റൽ A, B, C, D, E ആൻഡ് Fഉം കൂടി ഉണ്ട് അല്ലേ? അപ്പോഴേ നമുക്ക് 16 ആവത്തുള്ളൂ. 0 to 9 പ്ലസ് 6 ഡിജിറ്റ്സ് ഈ വന്നിരിക്കുന്നത് A, B, C, D, E ആൻഡ് F. Is it clear? നിങ്ങൾക്ക് അറിയാവുന്നതാണ്, BCA പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോകുന്നുണ്ടേ ഉള്ളൂ. Now come to octal set എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, that is we have 8 digits, that is 0 to 7. Okay, just table of contrasting and other properties of conventional number system and the computer number system. Computer number system, conventional system തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെ ഒന്ന് വായിച്ചു വിടണം കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ. നിങ്ങൾ BCA 5th sem വരെ വന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കുക. Now come to conversion of numbers in a fixed format from decimal to binary, binary to decimal. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിപ്പോ നമുക്ക്. ഓക്കെ, ഫസ്റ്റ് വൺ, decimal digits may be denoted by DI and binary by BI. Okay, procedure for converting an integer from decimal. Decimal എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പേഴ്സ് 1570 എന്നൊക്കെ പറയുന്ന ഡെസിമൽ എന്ന് പറഞ്ഞാൽ 0 to 9 വരെയുള്ള ഡിജിറ്റ്സ് യൂസ് ചെയ്യുന്നതാണ് ഡെസിമൽ സിസ്റ്റം അല്ലേ? ബൈനറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് 0 and 1 മാത്രമേ ഉള്ളൂ. Isn't it? ഹലോ? ഓക്കെ, അപ്പൊ നമ്മള് ബൈനറി എങ്ങനെയാണ് ഡെസിമൽ ആക്കുന്ന, ഡെസിമലിനെ എങ്ങനെയാണ് ബൈനറി, നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അത് വേറെ ഏതെങ്കിലും സെമസ്റ്റർ? എനിക്ക് തോന്നുന്നു മറ്റേ ഡിജിറ്റൽ പേപ്പറുകളൊക്കെ നിങ്ങൾക്ക് പഠിക്കാനില്ലായിരുന്നോ BCAക്കകത്ത് തന്നെ? ഉണ്ടോ അതിനകത്ത് ബൈനറി ഡെസിമൽ കൺവേർഷൻ ഒക്കെ അല്ലേ? ജസ്റ്റ് നമുക്ക് ഓക്കെ, എങ്ങനെ നമ്മൾ ചെയ്യും? ഡിവൈഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഗിവൺ നമ്പർ ബൈ 2 ആൻഡ് ഓൾസോ സബ്സിക്വന്റ് കോഷ്യന്റ് സക്സസീവ്ലി. കോഷ്യന്റ് എത്ര വരും? കോഷ്യന്റ് സക്സസീവ്ലി ബൈ 2 ആൻഡ് നോട്ട് ദ റിമൈൻഡർ. റിമൈൻഡർ നമുക്കറിയാം, ഏത് നമ്പറിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിന്റെ റിമൈൻഡർ വിൽ ബി എയ്തർ 0 or 1 ആയിരിക്കും അല്ലേ? നമ്മുടെ ബൈനറിയിൽ നമുക്ക് 2 ഡിജിറ്റ്സേ ഉള്ളൂ, 0 and 1. പ്ലസ് ഏത് നമ്പറിനെ നമ്മൾ ബൈനറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് നമ്മൾ 2 കൊണ്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. എന്നിട്ട് അതിന്റെ റിമൈൻഡർ ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, the first remainder bit taken as the least significant and the last taken as the most significant. The procedure is terminated when the quotient becomes 0. The most significant bit to the first on the left. Okay, now come to the example. നോക്കുമ്പോൾ മനസ്സിലാവും, കുറച്ചൊരു ക്ലാരിറ്റി വരും. That is convert the decimal minus 349 to binary. എന്താ നമ്മൾ ചെയ്യുന്നത്? ഡിവൈഡ് ദ മാഗ്നിറ്റ്യൂഡ്. നമ്മൾ സൈനിനെ പറ്റി ബോധർ ചെയ്യേ വേണ്ട. Divide the magnitude 349 and subsequently the quotients successively by 2 and note the successive
remainders as digits of binary representation. Okay. 349 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? 2 into 174 plus remainder. Remainder will be either 0 or 1. Isn't it? Hello? Yes, ma'am. ഇനി നമ്മൾ എന്ത് ചെയ്യും? ആ കോഷ്യന്റ് 174 ഇതല്ലേ കോഷ്യന്റ്. ഈ കോഷ്യന്റിനെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ദാറ്റ് ഈസ് റിമൈൻഡർ എഴുതുക. ദെൻ ഈ കോഷ്യന്റിനെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇറ്റ്സ് റിമൈൻഡർ വിൽ ബി ഇവിടെ either 0 or 1 ആയിരിക്കും. അപ് ടു നമ്മൾ ഇവിടം വരെ വരും. ദ കോഷ്യന്റ് വിൽ ബി 0 ആകുന്നവരെ നമ്മൾ എഴുതേണ്ടി വരും. അതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിവൈഡ് ഓൾസോ സബ്സിക്വന്റ് കോഷ്യൻസ് successively by 2 and not the successive remainders as digits of binary representation. This procedure is terminated with the quotient becomes 0. അല്ലേ? അതെ. ഓക്കെ. ഇവിടെ 1 ആകുമ്പോൾ നമുക്ക് എന്തായാലും നമുക്കറിയാം അവസാനം നമ്മൾ വന്ന് നിൽക്കുമ്പോൾ 2 into 0 plus 1 ആണ് 1 എന്ന് പറയുന്നത്. അതായത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ നമുക്ക് വരണം. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞു സി ദെൻ നമ്മൾ ബാക്കിൽ നിന്ന് പോകും. 1 0 1 0 1 1 1 0 1 1 0 1 0 1 1 1 0 1. ഈ താഴെ സൈൻ സെയിം സൈൻ തന്നെ കൊടുക്കുക. താഴെ നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? 2 എന്നിട്ടിരിക്കുന്നത് എന്താണ്? അത് ബൈനറി സിസ്റ്റം ആയതുകൊണ്ടാണ് നമ്മൾ 2 എന്ന് എഴുതിയിരിക്കുന്നത്. ഡെസിമൽ സിസ്റ്റത്തിൽ സാധാരണ നമ്മൾ 340 ഇതുണ്ട്. ഡെസിമൽ സിസ്റ്റത്തിൽ യൂഷ്വലി നമ്മൾ 349 എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഡെസിമൽ സിസ്റ്റം മാത്രമേ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അതിന്റെ ബേസ് 10 ആണെന്നുള്ളത് നമ്മൾ കാണിക്കാറില്ല. Isn't it? ഈ 10 കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഡെസിമൽ സിസ്റ്റം, 2 എന്ന് കാണിച്ചിരിക്കുന്നത് നമ്മുടെ ബൈനറി സിസ്റ്റം ആയതുകൊണ്ട് കാണിച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. ഇതൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കണോ? ചെയ്യണോ? നിങ്ങൾക്ക് എഴുതി വെക്കണോ? ചോദിച്ചോ. ഇത് 5th സെമ്മിന്റെ എക്സാമിനും ഇതേ ക്വസ്റ്റ്യൻസ് ചോദിക്കായിരിക്കും. ബൈനറി കൺവേർഷൻ, ഹെക്സാഡെസിമൽ കൺവേർഷൻ ഒക്കെ ചോദിക്കത്തില്ല. കാരണം ചോദിച്ചാൽ ഇതാ ആദ്യത്തെ പാർട്ടില് നോക്ക് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് റിമൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഇത് എക്സാമിനേഷന് ചോദിക്കാൻ ഇല്ല. കാരണം നമ്മൾ കമ്പ്യൂട്ടർ ഓറിയന്റഡ് ന്യൂമറിക്കൽ ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ആ കമ്പ്യൂട്ടറിലോട്ട് എങ്ങനെ ഫീഡ് ചെയ്ത് വരുന്നു എന്നുള്ളതിന്റെ ഒരു ഇതിനു വേണ്ടി മാത്രം കാണിച്ചിരിക്കുന്ന. എനിക്ക് തോന്നുന്നു എവിടെയോ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ ഫസ്റ്റ് 0 യൂണിറ്റ് 0 എന്ന് പറയുന്നത് ദിസ് യൂണിറ്റ് ഈസ് ഓപ്ഷണൽ. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇല്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനോട് കൂടി വേണം നമ്മൾ ന്യൂമറിക്കൽ അനാലിസിസിനെ കാണാനായിട്ട്. കമ്പ്യൂട്ടർ ഓറിയന്റഡ് ന്യൂമറിക്കൽ ആണ് നമ്മുടെ. അപ്പോൾ സിസ്റ്റത്തിൽ എങ്ങനെയാണ് നമ്മൾ ഇതിനെ ആക്ച്വലി നമ്മളിത് ചെയ്യുമ്പോൾ നമ്മൾ theoretically ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആക്ച്വലി നമ്മൾ അതിന്റെ ടൂൾ എഴുതി ചെയ്താണ് പഠിക്കേണ്ടത്. സത്യത്തിൽ ഇന്റർനാഷണൽ ലെവലിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ മറ്റു കൺട്രികളിലൊക്കെ പോയി പഠിക്കുവാണെങ്കിൽ അവരതിന്റെ ടൂൾ എഴുതി അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ. അപ്പൊ അതിന്റെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് യൂണിറ്റ് 0 ഇട്ടിരിക്കുന്നത്. കമ്പ്യൂട്ടർ ഓറിയന്റഡ് സിസ്റ്റത്തിലോട്ട് എങ്ങനെ വരുന്നു എന്നുള്ളതിന് വേണ്ടിയുള്ള ഒരു അവയർനെസ്സിന് വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകാം. എന്തോ? ഹലോ. ഓൾറെഡി പഠിച്ചിട്ടുള്ളതുകൊണ്ടേ ഓക്കെ, മുന്നോട്ട് പോട്ടെ. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ കൺവേർട്ടിംഗ് എ ഫ്രാക്ഷൻ ഓർ ഫ്രം ദ ഡെസിമൽ ടു ബൈനറി. അത് ഇവിടെ നമുക്കൊരു ഹോൾ നമ്പർ തന്നിരിക്കുന്നത്, ഇവിടെ നമുക്കൊരു ഫ്രാക്ഷൻ തന്നിരിക്കുന്നത്. അവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? ഫ്രം ഡെസിമൽ ടു ബൈനറി. ഓക്കെ. Now convert the number with the decimal fraction minus 0.3125 to binary fraction to multiply only the fraction by fractional part by 2. ഇതിനകത്തെ ഈ ഫ്രാക്ഷണൽ പാർട്ടിനെ മാത്രം 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ. ഇതിനെ 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.6250 വരും. അതിനെ വീണ്ടും നമ്മൾ ഓരോ ഫ്രാക്ഷണൽ പാർട്ടിനെ മാത്രമേ എടുക്കാവുള്ളൂ. ഫ്രാക്ഷണൽ പാർട്ടിനെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ
1.250 വരും. ഇനി ഇവിടെ നമ്മൾ ഫ്രാക്ഷണൽ പാർട്ടിനെ മൾട്ടിപ്ലൈ ചെയ്യാവുള്ളൂ. അതായത് 0.250യെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ 0.500 വരും. ദെൻ ഇവിടെ റിമൈൻഡർ, ഇവിടെ ഫ്രാക്ഷണൽ അല്ലെങ്കിൽ ഡിജിറ്റൽ പാർട്ട്, ഡെസിമലിന് മുമ്പുള്ള ഹോൾ തിങ്, ഫ്രാക്ഷണൽ പാർട്ട് അല്ലാത്ത ഹോൾ പാർട്ട് വരുന്നത് 1 വരുമ്പോൾ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ നേരെ തിരിച്ചാണ് 0.101 ആയിരിക്കും നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്. സി, the sign will be that at this stage the fractional part is 0, hence terminate the procedure. ഈ fractional part 0യിൽ വരുമ്പോൾ terminate the procedure for the decimal fraction. The corresponding binary fraction will be എന്തായി minus 0.0101. Is it clear? ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. എങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്, സിസ്റ്റത്തിലോട്ട് വരുമ്പോൾ സിസ്റ്റം എന്ത് ചെയ്യുന്നു എന്നുള്ളതൊന്നും മാത്രമേ ഉള്ളൂ, അല്ലേ? നമ്മൾ ഡെസിമലാണ് നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കുന്നത്. സിസ്റ്റം പക്ഷേ എന്താവും, അതിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കും. ഓക്കെ, ഹലോ, Okay. ഓക്കെ. ദെൻ കൺവേർട്ടർ ഡെസിമൽ നമ്പർ സിസ്റ്റം. ഓക്കെ, ഇൻറ്റു ഈക്വലന്റ് ബൈനറി സിസ്റ്റത്തിലോട്ട് വരുമ്പോഴോ നമ്മൾ ഇതിനെ രണ്ടിനും രണ്ടായിട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മളൊരു ബൈനറിയെ കൺവേർട്ട് ചെയ്യുമ്പോഴോ ഡെസിമലിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോഴോ, ബൈനറിയെ നമ്മൾ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴോ എന്താ ചെയ്യുന്നത്? അസൈൻ, കണ്ടോ, ഇത് നമ്മുടെ ആ പ്രോഗ്രാമിംഗ് സൈഡിലോട്ട് കയറി വരുന്നത് കണ്ടോ, അല്ലേ? ഇതുപോലെ എഴുതി നമ്മൾ ചെയ്തു പോകണമെന്നുള്ളതാണ്. നിങ്ങൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ രീതിയിലാണ് നമ്മൾ ചെയ്ത് പഠിക്കേണ്ടത് ശരിക്കും. ഓക്കെ, നമ്മൾ ആ പാർട്ടിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ന്യൂമറിക്കൽ ടെക്നിക്സ് പഠിക്കുവാണ്. ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, അല്ലേ? ഇത് നമുക്ക് ചെയ്യാൻ എളുപ്പം. ഹലോ, ഹലോ, യെസ് മാം, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അത് നമുക്ക് ചെയ്യാൻ എളുപ്പം എന്താണ്, ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ സിസ്റ്റത്തിലോട്ട് വരുമ്പോൾ നമ്മൾ ഈ വെയിൽ ചെയ്യുക. പ്രാക്ടിക്കലി പ്രോബ്ലത്തിലോട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ റൈറ്റ് സൈഡിൽ നമ്മൾ തുടങ്ങും 1 × 2⁻⁴, അല്ലേ? നമ്മുടെ ഡെസിമലിനെ, നമ്മുടെ ഡെസിമൽ സിസ്റ്റത്തിനെ നമ്മൾ എങ്ങനെയായിരുന്നു സ്പ്ലിറ്റ് ചെയ്ത് എഴുതി എന്ന് പറഞ്ഞ പോലെ തന്നെ, പ്ലസ് 0 × 2⁻1, രണ്ടാമത്തെ 0, ദെൻ തേർഡ് വൺ പ്ലസ് 1 × 2⁻2, പ്ലസ് again 1 × 2⁻3, പ്ലസ് again 1 × 2⁻4, പ്ലസ് അടുത്തത് ഏത് വരും, 0 × അല്ലേ, 0 × 2⁻5, പ്ലസ് 1 × 2⁻6, plus 0 × 2⁻7, plus 1 × 2⁻8. റൈറ്റ്? ഇനി സമപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, നമ്മുടെ വാല്യൂ എന്താണെന്നുള്ളത് കിട്ടും. 349 ആയിരുന്നു വരുന്നത്. ഈസ് ഇറ്റ് ക്ലിയർ? ഹലോ, യെസ് മാം. ഓക്കെ. സിമിലർലി അടുത്തത് അതിൻ്റെ ഡെസിമൽ പാർട്ടിനെ കൺവേർട്ട് ചെയ്ത് എഴുതാം. -1 പോകും നമ്മളിപ്പോൾ. ഓക്കെ, നൗ വി ഹാവ് 2 ഡിഫറെൻറ്റ് അപ്രോച്ചസ്. നമ്മൾ സൊല്യൂഷൻ പാർട്ടിലോട്ട് വരുമ്പോൾ 2 ഡിഫറെൻറ്റ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമ്മൾ ചെയ്യുന്ന മെത്തേഡുകളാണ് ഡയറക്റ്റ് മെത്തേഡ്, അല്ലേ? അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ പാർട്ടിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ച് അതിനെ നമ്മൾ ഒരു സീക്വൻഷ്യൽ പോലെയാണ് ഡയറക്റ്റ് മെത്തേഡിലോട്ട് വരുന്നത്. അതേസമയം നമ്മുടെ ഇറ്ററേറ്റീവ് പ്രൊസീജിയറിലെല്ലാം നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഇറ്ററേറ്റീവ് പ്രൊസീജിയറാണ് ന്യൂമറിക്കൽ മെത്തേഡ്സിലെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊസീജിയർ. ഇറ്ററേറ്റീവ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എൻ്റയർ പ്രോബ്ലത്തിൻ്റെ ഒരു സൊല്യൂഷനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ഓക്കെ, ഒരു ഇനിഷ്യൽ സൊല്യൂഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു ഓഫ് ദ എൻ്റയർ പ്രോബ്ലം. ഓക്കെ, ദെൻ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള അടുത്ത ഒരു സൊല്യൂഷനിലോട്ട് നമ്മൾ എത്തുവരുന്നു. ഈ സൊല്യൂഷനിൽ ഒരു ഇനിഷ്യൽ പോയിന്റിൽ നിന്ന് അടുത്തൊരു പോയിന്റിലോട്ട് നമ്മൾ വരുന്നു. x0യിൽ നിന്ന് x1ൽ എത്തുന്നു. x1ൽ നിന്ന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലോട്ട് നമ്മൾ മാറുന്നു. അങ്ങനെ വന്ന് നമ്മൾ എങ്ങനെ ചെയ്യും, ഒരു കൺവേർഷൻ, അതായത്
രണ്ട് സൊല്യൂഷൻ തമ്മിലുള്ള വേരിയേഷൻ xn ആൻഡ് xn പ്ലസ് 1 അബ്സല്യൂട്ട്ലി ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ട് വരിക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ, അതായത് അവർ തമ്മിൽ കൺവേർജ് ചെയ്യാൻ നമ്മൾ പറയും. ഒരു കൺവേർജ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, നമ്മുടെ ന്യൂമറിക്കൽ ടെക്നിക്സുകളിലെല്ലാം നമ്മൾ ഐട്രേറ്റീവ് പ്രൊസീജിയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ എ മെത്തേഡ് അണ്ടർ ഐട്രേറ്റീവ് അപ്രോച്ച്. ഹലോ, കേൾക്കുന്നുണ്ടോ? Yes, ma'am. The initial value of the variable is generally guessed. നമുക്കറിയാം ഇനിഷ്യൽ വാല്യൂ നമുക്ക് ഗിവൺ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിഷ്യൽ വാല്യൂ നമ്മൾ ഗസ് ചെയ്തിട്ട് either 0 എന്നോ എവിടുന്നേലും നമ്മളങ്ങ് സ്റ്റാർട്ട് ചെയ്യും. A method under iterative procedure is called iterative method. On other hand, finding the root of a quadratic equation എന്നൊക്കെ പറയുന്നത് ഡയറക്റ്റ് അപ്രോച്ചാണ്. ഓക്കെ, ഇത് ആ സിസ്റ്റത്തിൽ നമ്പേഴ്സ് സിസ്റ്റത്തിൽ എങ്ങനെ വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇവിടെ ഫോർത്ത് കൺവേർട്ടേഷൻ ബൈനറി ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെന്റേഷൻ. സിസ്റ്റത്തിൽ നമ്മളിങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്ത് വരുന്നത് അല്ലേ. സൈനിന് വേണ്ടി ഒരെണ്ണമുണ്ട്, ദെൻ മാൻഡിസ വരുന്നു, ദെൻ സൈൻ ഓഫ് ദി എക്സ്പൊണന്റ് 10⁻², അല്ലെ ഈ റേഷ്യോ 10 പവർ ആയിട്ടാണ് നമ്മൾ എഴുതുന്നത് അല്ലേ. സിസ്റ്റത്തിലോട്ട് വരുമ്പോൾ സിസ്റ്റം നോർമലൈസ് ചെയ്ത് എഴുതുക എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, നോർമലൈസിങ് ഫ്ലോട്ടിംഗ് പോയിന്റ് മെത്തേഡ്. ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക കേട്ടോ. ഒരു ന്യൂമറിക്കൽ മെത്തേഡ്സ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ. നൗ കം ടു ദ കമ്പ്യൂട്ടർ അരിത്തമെറ്റിക്. ഓക്കെ, now fixed point and scientific notation. In a fixed point, ഓക്കെ, എനിക്കിവിടെ നല്ല മഴയുണ്ട് കുട്ടികളെ. ഇത് ഇടയ്ക്ക് ഇത്തിരി ഒന്ന് നെറ്റ്വർക്ക് പോയാലും നിങ്ങൾ ഓഫ് ചെയ്ത് പോകരുത് കേട്ടോ. സംടൈംസ് ഒരു ഇന്ററപ്ഷൻ വരാം ചിലപ്പോ. ഹലോ, Okay, ma'am. Okay, ma'am. ഓക്കെ 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 കേട്ടോ. നിങ്ങൾ ലോഗ് ഓഫ് ചെയ്യരുത്. ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ്, നമുക്ക് ചില നല്ല മഴ ഇതൊക്കെ വരുന്ന സമയത്ത് ചിലപ്പം നമുക്ക് നെറ്റ്വർക്കിൽ ചില ഇഷ്യൂ വരാം. കുറച്ച് ഒരു ഷോർട്ട് സമയത്തേക്കേ വരത്തുള്ളൂ, അത് കഴിയുമ്പോൾ അങ്ങ് ഓക്കെ ആവും. ഓക്കെ, in a fixed point representation, the decimal point forms a part of the string representing the number, and its location within the string determines the relative size of the number. Okay, computer fixed point representation have the additional requirement that size of the space for storing the number in register memory is predetermined അല്ലേ, നമ്മൾ മുമ്പേ പറഞ്ഞു തന്നെയാണ്. അപ്പം ആൻഡ് ഈസ് ഓഫ് ദ ഫിക്സഡ് സൈസ്. ഒരു കമ്പ്യൂട്ടർ നമ്മൾ ഒരെണ്ണത്തിനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം കമ്പ്യൂട്ടർ എന്നാലേ ഒരു സ്പേസ് അതിന് വേണ്ടി മാറ്റി വെച്ചിരിക്കും, റിസർവ് ചെയ്തിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് നോക്ക് ജനറലി. അപ്പം നമ്മളൊരു സിസ്റ്റം ഒരു ഇതിലോട്ട് വരുമ്പോൾ ഒരു ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറഞ്ഞ് നോക്കിയേ, ഇതിങ്ങനെയാണ് വരുന്നത്. അല്ലെങ്കിൽ ഒരു എർത്ത് മാസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഹ്യൂജ് നമ്പർ അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമുക്കൊരു സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ വേണം. The scientific notation explained below provides an efficient solution to the problem. In scientific, all the numbers are written in m into 10 power e, where m is multiplied by 10 raised to the power of e, where the exponent e is an integer. Okay, അപ്പോൾ ഒരു നമ്പർ ഇൻറ്റു 10 പവർ എന്ന് നമ്മൾ ഇതിനെയൊക്കെ നമ്മൾ അങ്ങനെ ഷോർട്ട് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. സോ ഇത് ഗിവൺ നമ്പർ ക്യാൻ ബി റിട്ടൺ ആസ് a into 10 raised to b in form, or minus 350 can be written as minus 3.5 into 10 raised to 2, or 35 into 10 raised to 1, or 350 into 10 raised to 0, or even 0.35 into 10 raised to 4. Okay, ഇതാണ് നമ്മുടെ നോർമലൈസ്ഡ് നൊട്ടേഷൻ. ഒരു സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ചെയ്യാനും അതുപോലെ തന്നെ സിസ്റ്റത്തിലാണേലും
നമുക്ക് ആ ഒരു ഇതുപോലെ നമുക്ക് സിസ്റ്റത്തിലോട്ട് കൊണ്ട് ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? അതിന്റെ മെമ്മറി എത്ര സ്പേസ് വേണമെന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ നമ്മൾ അതിനെ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്താൽ വരണം. ദാറ്റ് ഈസ് ഇൻ ദ നോർമലൈസ്ഡ് സയന്റിഫിക് ഫോം ദ എക്സ്പോണന്റ് b is chosen so that the absolute value of a remains at least 1 but less than 10. That is, a lies between 1 and 10. In scientific form, the number 5 can be written as 5 into 10 raised to 0. അതായത് 1നും 10നും ഇടയ്ക്കുള്ള നമ്പർ ആയിരിക്കണം a into 10 raised to b ഫോമിലോട്ട് എഴുതുമ്പോൾ. Okay. That is 700 can be written as minus 700 can be written as minus 7. Minus 7 എന്ന് പറയുന്നത് ഏതാ? a എന്ന് പറയുന്ന നമ്പർ should be lies between 1 and 10. 10നേക്കാൾ ലെസ് ആയിരിക്കണം. Is it clear? Yes, ma'am. Okay. Then 7438.459 can be written as 7 point. That is a എന്ന് പറയുന്ന പാർട്ട് between 0 and 10 ആയിരിക്കണം. അപ്പോൾ നമുക്കൊരു സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് വന്നു. ഇതാണ് നമ്മുടെ നോർമലൈസ്ഡ് സയന്റിഫിക് ഫോം എന്ന് പറയുന്നത്. Okay. So in the scientific notation, electrons mass can be written as C a into 10 raised to b form. അല്ലേ? അപ്പോൾ നമുക്കൊരു സ്റ്റാൻഡേർഡ് നൊട്ടേഷനായി. പിന്നെ നമ്മുടെ മെമ്മറി അത് നമ്മൾ ഈ ന്യൂമറിക്സിനെ എല്ലാം നമ്മൾ എന്താ പറയുക, നമ്മൾ ആ നോർമലൈസ്ഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്പോർട്ടൻസ് എന്താണ്? നമ്മൾ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഫീഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നമ്മുടെ ഒരു ഇമ്പോർട്ടൻസ് ഇവിടെ. ഓക്കെ. Hello? Yes, ma'am. Okay. Now come to floating point representation. That is, floating point decimal number systems are adaptation of scientific notation for computer representation of numbers. For computer representation, we must consider the fact that predefined fixed size, allotted for the representation of a number, irrespective of the size of the number. Add number of digits and positions of digits within the representation determine which part of the digital representation represent the mantissa and which part is the exponent. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ a into b 10 raised to b എന്ന് പറയുമ്പോൾ ആദ്യത്തെ പാർട്ടാണ് നമ്മുടെ മാൻഡിസ എന്ന് പറയുന്നത്. However, the base 10 or any other base is not explicitly the part of the representation. Sign of the exponent is explicitly included in the representation. That is done in the case of mantissa. Or sign of the exponent is not explicitly included in the representation and realized implicitly through what is generally called the bias or excess. Okay, floating point representation at the okay, most of the floating point number representation are called respectively binary floating system and hexadecimal number system. ഈ രണ്ട് തരത്തിലാണ് മോസ്റ്റ് ഓഫ് ദ കമ്പ്യൂട്ടറും നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യുന്നത്. We use the following format for floating point representation. First one for sign, second 4 digits for mantissa, then next bit for sign of the exponent, then exponent. 10 power, അല്ലേ? 10 raised to minus ആവാം, പ്ലസ് ആവാം, പ്ലസ് ഓർ മൈനസ് ആവാം, അല്ലേ? അതിന്റെ സൈൻ ആണ് സൈൻ ഓഫ് ദ എക്സ്പോണന്റ്. സി, ഇതാണ് നമ്മളൊരു നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. സി ദിസ് വൺ 0.5048 into 10 raised to minus 18 ആണ്. Okay. Now, see, further, a floating point representation is said to be in the normalized form if the mantissa satisfies between 0.1 and 1. മറ്റേത് നമുക്ക് 1 to between 1 and 10 ആയിരുന്നു. ഇവിടെയോ 0.1നും ലെസ് ദാൻ 1നും ബിറ്റ്വീൻ ആയിരിക്കണം നമ്മുടെ എ എന്ന് പറയുന്ന പാർട്ട്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ?
Okay. Yes, ma'am. Okay, then that is നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കുക. And the 4-digit Mandisa, if we are representing the number 243.5, then one of the unnormalized form of the representation is between 0.1-നും 1-നും ഇടയ്ക്കായിരിക്കണം. ഓക്കെ, ഇവിടെ എങ്ങനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു നോക്കിയേ. 0.0243 10⁻⁴ എന്ന് പറയുന്നത് നമ്മുടെ നോർമലൈസ്ഡ് ഫോം ആണോ? അല്ല, ബിറ്റ്വീൻ 0 and 1 വരണം. ദാറ്റ് ഈസ് സി കറക്റ്റ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഏത് വരും? 0.2435 ഇൻറ്റു 10⁻³ അല്ലേ? സോ 244, ഇത് ഡെസിമൽസ് ആണ് ഇവിടെ വന്നിരിക്കുന്നില്ല. സോ 243.10⁻³ ആണ് ശരിക്കുമുള്ള നമ്മുടെ സിസ്റ്റത്തിലെ റെപ്രസെന്റേഷൻ വരുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ദാറ്റ് ഈസ് നമ്മുടെ മാൻഡിസ പാർട്ട് ഷുഡ് ലൈസ് ബിറ്റ്വീൻ. ഓക്കെ, ഇവിടെ എഴുതിയിട്ടുണ്ട് ആ വ്യത്യാസം എന്താണെന്നുള്ളത്. നോക്കിയേ, നോട്ട് ദ സ്ലൈറ്റ് ഡിഫറൻസ് ഇൻ ദ നോർമലൈസ്ഡ് സയന്റിഫിക് ആൻഡ് നോർമലൈസ്ഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെന്റേഷൻ. ദ മാൻഡിസ എം ഈസ് ദ സയന്റിഫിക് നൊട്ടേഷനിൽ ബിറ്റ്വീൻ 1 and 10 ആയിരുന്നു. ബട്ട് ഇൻ ദ ഫ്ലോട്ടിംഗ് പോയിന്റ് നൊട്ടേഷൻ ഇറ്റ് വിൽ ബി ബിറ്റ്വീൻ 0.1 to 1. Okay. Okay, ma'am. Now come to the numbers with the maximum magnitude that can be represented by this format is എന്തായിരിക്കും? മാക്സിമം നമ്പർ നമുക്ക് ഈ ഫോമാറ്റിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഏതായിരിക്കും? +0.9 ഡിജിറ്റ്സ് എല്ലാം മാക്സിമം വാല്യൂ വന്നു 9 അല്ലേ? 0 to 9 വരെയല്ലേ ഉള്ളൂ. സോ 0.999 ഇൻറ്റു 10⁻99. Okay, is it clear? അല്ലേ? The maximum representation, ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെന്റേഷനകത്ത് നമ്മൾ മാക്സിമം റെപ്രസെന്റേഷൻ വരുന്നത് എന്താ? ഇത്ര വരെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് സിമിലർലി ഫോർ ദ മിനിമം റെപ്രസെന്റേഷൻ ഏത് വരും നമുക്ക്? -0.0001 ഇൻറ്റു 10⁻−99. ഓക്കെ, ഓക്കെ, റെപ്രസെന്റിങ് 0 as the floating point number, അതായത് m lies between 0.1-നും 1-നും ഇടയ്ക്കായിരിക്കണം. So it will be, we write it as the requirement for the Mandisa m to satisfy the condition cannot be met in the case of number 0. Thus 0 is represented only as the unnormalized. Then we can easily see that in our format number can be represented as even e to other arbitrary decimal points. ഓക്കെ, ഇപ്പം ഇത് പറഞ്ഞ പോലെ തന്നെ നമുക്ക് എറേഴ്സ് ഹാപ്പൻ ചെയ്യും അല്ലേ? ഇവിടെയൊക്കെ നമ്മൾ ഇൻ ബിറ്റ്വീൻ നമുക്കിവിടെ ഡെസിമലിനകത്ത് 4 എണ്ണേ പോസിബിൾ ആയിട്ടുള്ളൂ. ആക്ച്വലി ഇൻ അവർ റെപ്രസെന്റേഷൻ ദ നമ്പർ ഓഫ് ഫ്ലോട്ടിംഗ് പോയിന്റ്സ് ഈസ് ഓൺലി 4 ഇൻറ്റു 10⁻⁶. ദെയർ ആർ 6 ഡിജിറ്റൽ പൊസിഷൻസ്. അതാണ് 10⁻⁶ എന്ന് പറഞ്ഞിരിക്കുന്നത്. 4 പാർട്ടേ ഉള്ളൂ. 10⁻⁶, each of which can take 10 values and 2 positions for sign. Each of which can take 2. അതുകൊണ്ടാണ് 4 ഇൻറ്റു 10⁻⁶ വന്നിരിക്കുന്നത്. ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മൾ ഈ റെപ്രസെന്റേഷനകത്തും മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ട്രങ്കേഷൻ എറർ വരാം. നമ്മൾ കറക്റ്റ് ഡെസിമലിലോട്ട് നമ്മൾ പോകുമ്പോൾ അങ്ങനെ എറർ വരാം റെപ്രസെന്റേഷൻ വരുന്നത്.
റൗണ്ടിങ് വരുമ്പോൾ നമുക്ക് എറർ ഉണ്ട്. ചോപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് പാർട്ടങ്ങ് കളയുന്നു. ഓക്കെ, okay, now come to the errors, absolute error and relative error. Let VA denote the actual value and VR the represented value of VA. Then the absolute error in VA, absolute value of VA minus VR. Okay, VA denote the actual value and VR representing the value of VA, the represented value. So the difference between these two known as the absolute error. Now come the relative error. നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്നവർ തന്നെ absolute error divided by the actual value. For example, see ഇവിടെ നമുക്ക് 2.55640, the represented value of this is, see, 2 point. So VA equal to ആ error എന്ന് പറയുന്ന absolute error എന്ന് പറയുന്ന difference between this minus this. Okay, and relative error equal to the absolute error divided by the actual value. ഒക്കെ ചെയ്ത് നോക്കണം നിങ്ങൾ കേട്ടോ. നിങ്ങൾക്ക് ചെയ്ത് നോക്കാനുള്ളതേ ഉള്ളൂ. ഓക്കെ, okay, the result, the error underflow, the error due to the fact that the result cannot be stored because the resultant number is too small, having its exponent less than the least exponent number stored is called the underflow. Then അതുപോലെ തന്നെ greater than highest വാല്യൂനേക്കാളും കൂടുതൽ വരുന്നതാണ് നമുക്ക് error due to the fact that the result cannot be stored even approximately because the resultant number is too large. As its exponent is more than, നമുക്കറിയാം ഈ പവർ 2 ഡിജിറ്റ് നമ്പർ എന്ന് നമുക്ക് പറയാം. 10 raised to b എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് 2 ഡിജിറ്റ്സേ വരുന്നുള്ളൂ അല്ലേ? നമ്മൾ മുമ്പേ കണ്ടിരുന്നു മാക്സിമം വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്യാവുന്ന എത്രയാണ്, അതിനേക്കാളും കൂടുതൽ വരുമ്പോഴാണ് നമുക്ക് ഓവർഫ്ലോയും മിനിമം വാല്യൂവിനേക്കാളും ചെറുതായിട്ട് വരുമ്പോഴാണ് നമുക്ക് അണ്ടർഫ്ലോയും വരുന്നത് അല്ലേ? ഇൻറ്റു 10 പവർ നമുക്കൊരു 2 ഡിജിറ്റ്സ് നമ്പറാണ് വരുന്നത് ഇവിടെ, E1 E2 വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 99 വരെ ഇവിടെ നമുക്ക് പറ്റത്തുള്ളൂ, റൈറ്റ് അല്ലേ? ഇസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. ഹലോ, number sister is ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നമ്മൾ ആ സിസ്റ്റത്തിലോട്ട് എങ്ങനെ വരുന്നുള്ളൂ. ഫ്ലോട്ടിംഗ് പോയിന്റ് ബൈനറി നമ്പർ സിസ്റ്റം റെപ്രസെന്റേഷൻസ്.
ഓക്കെ, ഇനി നമുക്കറിയാം, നിങ്ങൾ അറിയാം, നമുക്ക് 2 ടൈപ്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ ആണ് നമ്മൾ വരുന്നത്. 32 ബിറ്റ് റെപ്രസെൻറ്റേഷൻ വരും, അല്ലെങ്കിൽ 64 ബിറ്റ് റെപ്രസെൻറ്റേഷൻ വരും, അല്ലേ? ഹലോ ഹലോ Yes, ma'am. അല്ലേ? നമുക്ക് 2 ടൈപ്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ ആണ് വരുന്നത്. IEEE സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെൻറ്റേഷൻ ഈസ് ദ മോസ്റ്റ് കോമൺ റെപ്രസെൻറ്റേഷൻ today for real numbers on computers, including Intel-based PCs, Macintosh, and most Unix platforms. Here we have a brief overview. Okay. According to the standard, there are 2 types of floating numbers: single precision and double precision. For single precision, 32 bits are used, whereas double precision 64 bits. അതായത് അതിന് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സിസ്റ്റത്തിൽ, അല്ലേ, സിസ്റ്റത്തിനെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ രീതിയിലാണ് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരുന്നത്. Isn't it? ഹലോ. Yes. നമുക്ക് 2 ടൈപ്പ് ഓഫ് കാറ്റഗറീസ്, 2 ടൈപ്സ് ഓഫ് ഫ്ലോട്ടിംഗ് നമ്പേഴ്സ് ആണ് നമുക്കുള്ളത്. ഒന്നെങ്കിൽ 32 ബിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ 64 ബിറ്റ് ആയിരിക്കാം. ഓക്കെ, ആ 32 ബിറ്റിന്റെ ഫോമാറ്റ് നോക്കിയാൽ ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് വിത്ത് ഇൻഡെക്സ് 31 ഈസ് ദ സൈൻ ബിറ്റ്. ഇതാണ് സൈൻ ബിറ്റ്. 0 to 22, then 22 to 30 and 31. So totally 32 bits are there. Isn't it? So the most significant bit with the index 31 is the sign bit, with the 1 for negative numbers and 0 for positive numbers. Okay, അപ്പോൾ സൈൻ 1 കൊടുത്തിരിക്കുന്നെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സ് ആണ്, പോസിറ്റീവ് നമ്പേഴ്സിന് 0 ആയിരിക്കും ഈ സൈൻ ബിറ്റിൽ വരുന്ന ഡിജിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, the following 8 bits represent the exponent. ഇത് എക്സ്പോണന്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു സെക്കൻഡ് പിള്ളേരെ, ഒരു 1 മിനിറ്റ് ഞാനൊരു ബ്രേക്ക് എടുക്കുവാണ്. ഇന്ന് ഡോറൊന്ന് തുറന്നു കൊടുത്തിട്ട് വരാം. മിസ് നമ്മളോട് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ടായ? ഇല്ല. പക്ഷെ ബ്രേക്ക് എന്ന് പറഞ്ഞു. ബ്രേക്കോ? എന്ത് ചെയ്യണ്ടേ? ഇല്ലടാ, മിസ് ഇപ്പൊ വരുന്നല്ല പറഞ്ഞ. നിനക്ക് ഉറപ്പാണോ ഡെലിജോ? ഇറങ്ങാനൊന്നും പറഞ്ഞിട്ടില്ല. അതെ, ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് മാത്രം കവർ ചെയ്ത് പോകാൻ പറഞ്ഞൂടെ? പറയങ്ങട് വരട്ടെ. ഹലോ Okay. ഹലോ, Yes, ma'am. എന്ത് പറ്റി? ഡിസ്കഷൻ ആയിരുന്നോ? ആ മാം, ഈ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് മാത്രമായിട്ടേ അങ്ങനെ കവർ ചെയ്ത് പോയാലോ എന്നൊരു സജഷൻ. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും തോന്നത്തില്ല. നിങ്ങൾ ഇത് ജസ്റ്റ് നിങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ അടുത്ത ന്യൂമറിക്കൽ പ്രോബ്ലത്തിലോട്ട് നമ്മൾ വരുമ്പോൾ നമുക്ക് പ്രോബ്ലം ഓറിയന്റഡ് അല്ല. നമ്മൾ ഇതുപോലെ പോകത്തില്ല. നമ്മൾ സ്ലോ ആയിട്ടേ പോകത്തുള്ളൂ. നമുക്ക് ചെയ്തേ പറ്റുള്ളൂ.
ഇതിപ്പോ ഞാൻ അങ്ങ് സ്പീഡിൽ പറഞ്ഞു പോകുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു ഇത് തോന്നാത്തതാണ്. നമ്മൾ ആ സിസ്റ്റത്തിനുള്ളിൽ നടക്കുന്ന എന്താണെന്നതിനെ പറ്റിയുള്ള ഒരു അവയർനെസ് വേണമല്ലോ. നമ്മുടേത് കമ്പ്യൂട്ടർ ഓറിയന്റഡ് ന്യൂമറിക്കൽ ടെക്നിക്കാ അല്ലേ? അപ്പൊ നമ്മുടെ ന്യൂമറിക്സിനെ നമ്മൾ കമ്പ്യൂട്ടറിലോട്ട് ഫീഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതിനെ പറ്റിയുള്ള ഒരു ഐഡിയ വേണ്ടേ? ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത യൂണിറ്റിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ബോറങ്ങ് മാറും കേട്ടോ. നിങ്ങൾ പക്ഷെ ഇതിനെപ്പറ്റി ഡെപ്തിൽ നിങ്ങൾ ഒരു ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് പറഞ്ഞങ്ങ് പോം. The remaining 23 bits represents the fraction. Sign bits, exponent. Then അതുപോലെ നമ്മുടെ 64 ബിറ്റിലാണെങ്കിലോ the most significant bits is the sign 64th one with a 0 for negative and 1 for positive. The following 11 bits represent the exponent. ഇവിടെ exponent വേണ്ടി 11 bits are there. Then the remaining 52 bits represent for the fraction. Okay. Okay, now come to the unstable algorithms and ill-conditioned problems. That is the third definition. Okay, one of the characteristics of the unstable algorithm is that unstable algorithm does not give a good result, but there is an alternative algorithm which gives a good result. Unstable algorithm is that algorithm which does not give the correct answer. Now, ill-conditioned okay, such problem is ill-conditioned, that is formally a problem is said to be ill-conditioned if slight change in the input data leads to the substantial change in the result. In other words, the problem is said to be ill-conditioned in which the solution is very sensitive to the change in the data. ഒരു ചെറിയ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ സൊല്യൂഷനിൽ വളരെ സെൻസിറ്റീവ് ആയിരിക്കും. Some others use the unstable problem. Okay. Truncation error and Taylor series. Taylor series ഒക്കെ നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ? ഫസ്റ്റ് സെമസ്റ്ററോ ഏതൊരു സെമസ്റ്റർ Taylor series നമ്മൾ പഠിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? ട്രെയിലർ സീരീസിന്റെ അകത്ത് നമ്മൾ ഇതുപോലെയാണ് ട്രങ്കേഷൻ എറർ കയറി വരുന്നുണ്ട് അല്ലേ? നമ്മൾ ട്രങ്കേറ്റ് ചെയ്ത് നമ്മൾ കറക്റ്റ് ഇത്ര ഡെസിമലിനായിരിക്കും നമ്മൾ കറക്റ്റ് ചെയ്ത് പോകുന്നത്. അതെല്ലാം ചെയ്ത് നോക്കണോ വളരെ ഒരു പ്രോബ്ലം? നമുക്ക് ചെയ്ത് നോക്കാം. Okay, now in a Taylor series, a representation of a function in an infinite sum of terms that are calculated from the values of the function derivatives at a single point. If the Taylor series is centered at 0, then the series is known as the Maclaurin series. അതായത് at a point x equal to a plus h എന്നാണ് നമ്മൾ എഴുതുന്നത് അല്ലേ? ഓർക്കുന്നോ അങ്ങനെ എഴുതി പോകുന്നതൊക്കെ? The sum of the finite number of initial terms of the Taylor series is a function called the Taylor or the Taylor polynomial. In view of the fact that a computer can calculate the sum of only a finite number of terms on a നമ്മൾ ഇതെല്ലാം കമ്പ്യൂട്ടർ ഓറിയന്റഡ് ആയിട്ടാണ് പറയുന്നത് കേട്ടോ. ആ ഒരു സെൻസിൽ നമ്മൾ ഇതിനെ ആ ഒരു സെൻസിൽ വേണം നമ്മൾ ഇത് കേൾക്കാനായിട്ട്. ഓക്കെ ഓക്കെ Okay. See, in the view of the fact that a computer can calculate the sum of only a finite number of terms of a Taylor series of a function, Taylor polynomial
are used to approximate a function. As mentioned earlier also, the process of approximation of an infinite series or process by a finite subseries or approximate finites is called the truncation. Okay. അപ്പോൾ നമ്മൾ ഇത്ര കഴിയുമ്പോഴത്തേക്കിനും അവിടെ വെച്ച് നമ്മളങ്ങ് ട്രങ്കേറ്റ് ചെയ്തു, അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. Thus, an approximation of a function by Taylor polynomial from the Taylor series expansion of the function is also truncation. The truncation is achieved from the finite part of an infinite entity. It gives rise to an error called truncation. That error is known as the truncation error. The Taylor series of a real valued function fx that is infinitely differentiable at a real number a is the power series. Power series എന്ന് പറഞ്ഞാൽ എക്സിന്റെ പവർ കൂടി 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 വന്നുകൊണ്ടിരിക്കുക. എക്സ് മൈനസ് എ ഇതുണ്ട്. എഫ് ഓഫ് എ ഈക്വൽ f of a plus f of x equal to f of a plus f dash a by 1 factorial into x minus a. f2 dash എന്ന് പറയുന്നത് ഏതാ? സെക്കൻഡ് ഡെറിവേറ്റീവ്. ഓക്കെ. തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന് ഡെറിവേറ്റീവ് ഓർക്കുന്നില്ലേ? ഡിഫറൻഷിയേറ്റ് ചെയ്യുക. തന്നിരിക്കുന്ന ഫംഗ്ഷന് ഫസ്റ്റ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുന്നതാണ് എഫ് ഡാഷ് എക്സ്. എഫ് ഡാഷ് എ എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ഡെറിവേറ്റീവ് വെൻ എക്സ് ഈക്വൽ ടു വെൻ വി പുട്ട് എക്സ് ഈക്വൽ ടു എ, then we get f dash a. Okay. Then first hello കേൾക്കുന്നോ? Yes, ma'am. Okay. The first derivative again നമ്മൾ differentiate ചെയ്യുമ്പോൾ we get the second derivative. So this first derivative again dy dx of first derivative equal to f2 dash x. Second derivative will be a function of x. When we put x equal to a, we get f2 dash of a. Similarly, the higher derivatives can also be calculated. That is, it will be equal to f of a, the functional value at a, the functional first derivative at a by 1 factorial into x minus a. This will be a power series in x. This is x minus a, this is x minus a the whole square, x minus a the whole cube. Then next term will be f4 dash a by 4 factorial into x minus a power 4. Okay, and this is a infinite series. Okay. And in sigma notation, we write it as sigma n equal to 0 to infinity fn of a. Fn of a എന്ന് പറയുന്ന the nth derivative of the function at the point a by n factorial into x minus a power n. Then at the in case when a equal to 0, the series is known as the Maclaurin series. Taylor series when we put x equal to x minus a expansion ആണ് വരുന്നത്. When we put x equal to 0, we get the Maclaurin series. Okay. ഈ ഒരു പ്രോബ്ലം ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കാം. Okay. Find the Taylor or Maclaurin series for 1 minus x raised to minus 1. That is our f of x equal to 1 minus x raised to minus 1. At x equal to 0. At x equal to 0 എന്ന് പറയുമ്പോൾ അത് Maclaurin series ആവുക. അല്ല, a equal to 0 വരുന്നതാണ്. ഓക്കെ. ഓക്കെ. ദെൻ അപ്പം നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഏതാ? 1 മൈനസ് എക്സ് റൈസ് ടു മൈനസ് 1 എഫ് ഡാഷ് എക്സ്. പറഞ്ഞേ, ഒന്ന് ചെയ്തു വന്നേ. ഹലോ, Yes, ma'am. ഇതൊന്നും ചെയ്തു വന്നേ പിള്ളേരെ. ഒന്ന് രണ്ടെണ്ണം ഡെറിവേറ്റീവ് കണ്ടിട്ട് നമുക്ക് ജനറൽ ഫോർമുല ഇട്ട് എഴുതാൻ പറ്റും. നമുക്ക് അത് നോക്കിയിട്ട് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഡാഷ് എക്സ് Is raised to minus 1 എന്ന് വെച്ചാൽ 0 എന്നല്ല വാല്യൂ വരാം. ഏതാ?
പവർ -1 ആവുമ്പോ ആ വാല്യൂ 0 അല്ല? അതെങ്ങനെയാ വാല്യൂ 0 വരുന്നത്? പവർ -1 എന്ന് പറഞ്ഞാൽ 1/1 - x എന്നല്ലേ? ഓക്കെ ഓക്കെ. അല്ലേ? ഇനി x⁻n ന്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു പിള്ളേരെ? ഹലോ, ഹലോ, x⁻⁴ ഡെറിവേറ്റീവ് ഓഫ് dy/dx ഓഫ് x⁻n the ഡെറിവേറ്റീവ് എന്തായിരുന്നു? n x⁻n - 1. ഓർമ്മയുണ്ടോ? ഹലോ, 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 ആരെങ്കിലും ഉണ്ടോ അവിടെ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ, ഹലോ. എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ പറഞ്ഞതൊന്നും. ഓക്കെ, പറയൂ. അപ്പൊ നമ്മുടെ x⁻² ഇതിന്റെ ഓർക്കുന്നോ? നമ്മുടെ ഡെറിവേറ്റീവ് x⁻n ന്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? n x⁻n - 1 അല്ലേ? അപ്പൊ ഫസ്റ്റ് ഡെറിവേറ്റീവ് എത്ര വരും നമുക്ക്? f' എന്ന് പറയുന്നത് എത്ര വരും? n എന്ന് പറയുന്നത് ഇവിടെ എത്രയാ? -1 ആണ്. അപ്പൊ -1 × 1 - x⁻² -1 n - 1 -1 അല്ലേ? So it will be equal to -2, isn't it? Into derivative of x, derivative of -x എന്ന് പറയുന്നത് എന്താവും? Into -1. That is, it will be equal to 1 into ഞാൻ എഴുതിയത് അടുത്തതിലോട്ട് നമുക്ക് പോകുമ്പോൾ അത് വീണ്ടും വേണ്ടി വരും. അതുകൊണ്ടാണ് 1 ഇൻറ്റു എഴുതുമ്പോൾ ആക്ച്വലി 1 എഴുതണ്ടെങ്കിലും 1 ഇൻറ്റു 1 - x⁻² -2. Isn't it? ഓക്കെ. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവിലോട്ട് വരുവാണെങ്കിലോ? f2' സെയിം വേ ഒന്ന് ചെയ്തേ, എത്ര കിട്ടുമെന്ന് നോക്കാം നമുക്ക്. സെയിം ഫോർമുല. കോൺസ്റ്റന്റ് കിടക്കുന്ന അവിടെ കിടന്നോട്ടെ, ആലോചിക്കണ്ട. എങ്ങനെ വരും? 1 ഇൻറ്റു n x⁻n - 1. 1 ഇൻറ്റു -2 ഇൻറ്റു 1 - x⁻² -2 - 1, that is into -3 into -x ന്റെ ഡെറിവേറ്റീവ് -1. So it will be equal to എങ്ങനെ വരും? 1 ഇൻറ്റു -2 ഇവിടുത്തെ -1 കൂടെ 2 ആവും. 1 ഇൻറ്റു 2 ഇൻറ്റു 1 - x⁻² -3. Isn't it? ആണോ? ഹലോ, is it clear? ഹലോ, ഹലോ. ക്ലിയർ ആയില്ലേ? സി, നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ക്ലിയർ ആയോ? അത് തന്നെ റിപ്പീറ്റ് ചെയ്യും നമ്മള്.
ഫസ്റ്റ് ഡെറിവേറ്റീവിനെ വീണ്ടും ഈ ഫംഗ്ഷനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ സെക്കൻഡ് ഡെറിവേറ്റീവ്. എന്താണ്? 1 × 1 - x⁻n ഫോം. സോ -2 ഇൻറ്റു എന്ന് പറയുന്നത് -2 അല്ലേ? -2 ഇൻറ്റു 1 - x⁻2 - 2 - 1 n - 1. അപ്പോൾ അത് -3 ആവുന്നു ഇൻറ്റു എക്സിന്റെ -xന്റെ ഡെറിവേറ്റീവ് വിൽ ബി ഈക്വൽ ടു -1. സോ ഈ -2 -1 കൂടെ പ്ലസ് ആയി മാറും. ദാറ്റ് ഈസ് എന്തായി? 1 × 2 ഇൻറ്റു 1 - x⁻2 - 3. നമുക്ക് എന്ത് ഡെറിവേറ്റീവ് കാണണം, അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു കോമൺ ഫോമിലോട്ട് എഴുതി വരുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ചെയ്യേ. f3' ഒന്ന് തനിയെ ചെയ്ത് നോക്കിയേ. ഈ 1 × 2 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് അതവിടെ കിടക്കട്ടെ. ബാക്കി മുമ്പേ ചെയ്ത പോലെ തന്നെ ചെയ്ത് n × n - 1 - x⁻2 - n ഫോമാണ് കിടക്കുന്നത്. ബട്ട് അല്ല, ജനറലി x⁻n ഫോം എന്ന് ആലോചിച്ചാൽ മതി. n × x⁻n - 1 ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ്. ഇവിടെ -xന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് -1 വരും അല്ലേ? ഒന്ന് കൊണ്ടുവന്നേ, ഈ ഫോമിലോട്ടൊന്ന് കൊണ്ടുവന്നേ. f3' ചെയ്തേ. ചെയ്തോ? ഹലോ,
ഹലോ, എത്ര കിട്ടി പിള്ളേരെ? ഹലോ, കിട്ടിയോ? തേർഡ് ഡെറിവേറ്റീവ് 1 into 2 into 3 into 1 minus x raised to minus 4. കിട്ടിയോ? ഹലോ, 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 കേൾക്കുന്നുണ്ടോ? ഹലോ, കിട്ടിയോ? ആ 6 into ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അങ്ങനെ 6 into എഴുതാതെ നമ്മൾ, കാരണം ചോദിച്ചാൽ നമ്മളൊരു ജനറൽ എഴുതാൻ പോവുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ 1 into 2 into 3 എന്ന് പറയുന്ന ഫോമിൽ എഴുതി വരാനായിട്ട് പറഞ്ഞത്. ഓക്കെ, F2 ഡാഷ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനെ 2 ഫാക്ടോറിയൽ ഇൻറ്റു 1 into 2 എന്ന് പറയുന്നത് 2 ഫാക്ടോറിയൽ ഇൻറ്റു 1 മൈനസ് എക്സ് റേസ് ടു മൈനസ് 3 എന്ന് പറയുന്നത് ഏതാണ്? നമുക്ക് 2 ആയിരുന്നു അല്ലേ? മൈനസ് ഓഫ് n പ്ലസ് 1 എന്നെഴുതാം നമുക്ക്. മൈനസ് ഓഫ് 2 പ്ലസ് 1 മൈനസ് 3a F2 ഡാഷ് എക്സിനെ. ഓക്കെ, ഇനി F3 ഡാഷ് എക്സിനെ നമ്മൾ എഴുതുമ്പോൾ 1 into 2 into 3 എന്ന് പറയുന്നത് എന്ത് നമ്മൾ എഴുതാം? 3 ഫാക്ടോറിയൽ ഇൻറ്റു 1 മൈനസ് എക്സ് റേസ് ടു മൈനസ് ഓഫ് 4നെ നമ്മൾ 3 പ്ലസ് F3 ഡാഷിനെയാണ് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് എഴുതാന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് സ്റ്റേജ് നമുക്ക് ജനറലൈസ് ചെയ്ത് എഴുതണം. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അതുകൊണ്ട് നമ്മൾ അതിനെ ഫസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവിനെ സെക്കൻഡ് ഡെറിവേറ്റീവ് ഈക്വൽ ടു F2 ഡാഷ് ഈക്വൽ ടു എന്താണ്? 2 ഫാക്ടോറിയൽ ഇൻറ്റു 1 മൈനസ് എക്സ് റേസ് ടു മൈനസ് ഓഫ് 2 പ്ലസ് 1. ദെൻ F3 ഡാഷ് എക്സ് എന്ന് പറയുന്നത് തേർഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? 3 ഫാക്ടോറിയൽ ഇൻറ്റു 1 മൈനസ് എക്സ് പവർ മൈനസ് ഓഫ് 3 പ്ലസ് 1. സോ ഇൻ ജനറൽ നോക്ക്, ഇതുണ്ടോ? As the nth derivative of 1 minus x power minus 1 is equal to nth derivative d by dxn of 1 minus x raised to n equal to n factorial divided by n factorial into കേട്ടോ, n factorial into 1 minus x raised to minus of n plus 1. അല്ലെങ്കിൽ ഡിവൈഡ് ബൈ ആണെങ്കിൽ ബൈ 1 മൈനസ് എക്സ് റേസ് ടു n പ്ലസ് 1 എന്ന് വരും. ഇത് മൈനസ് ഇല്ല അവിടെ, പിന്നെ അല്ലേ? നമുക്ക് ഇട്ടിരിക്കുന്നു നോക്കി. സി F3 ഡാഷിനെ നമുക്ക് വേണേൽ ഇങ്ങനെ എഴുതാം, 3 ഫാക്ടോറിയൽ ഇൻറ്റു 1 മൈനസ് 1 ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് റേസ് ടു 3 പ്ലസ് 1 നമുക്ക് വേണേൽ എഴുതാം അല്ലേ? അല്ലെങ്കിൽ ഇൻറ്റു ആ വരുന്നത് അവിടെ. സോ ദ nth വൺ വിൽ ബി, nth ഡെറിവേറ്റീവിനെ നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതാണ്. nth ഡെറിവേറ്റീവ് dn ഓഫ് dn by dx power n ഓഫ്, അല്ലേ? സെക്കൻഡ് ഡെറിവേറ്റീവിനെ എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്. F2 ഡാഷിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ nth പവർ ഓഫ് ദിസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 മൈനസ് എക്സ് റേസ് ടു മൈനസ് 1 വിൽ ബി ഈക്വൽ ടു, നമുക്ക് കിട്ടിയ ആൻസർ n ഫാക്ടോറിയൽ ഇൻറ്റു, അല്ലെ? ജനറലൈസ് ചെയ്ത് നമ്മൾ എഴുതുമ്പോൾ 2ന്റെ എന്താ? ഡി സ്ക്വയർ F2 ഡാഷിന് എത്ര കിട്ടിയത്? 2 ഫാക്ടോറിയൽ ഇൻറ്റു 1 മൈനസ് എക്സ് റേസ് ടു 1 മൈനസ് എക്സ് റേസ് ടു മൈനസ് ഓഫ് n പ്ലസ് 1. സെക്കൻഡ് ഡെറിവേറ്റീവിന് 3 ആ കിട്ടിയത്. തേർഡ് ഡെറിവേറ്റീവിനോ 3 പ്ലസ് 1, അതായത് n പ്ലസ് 1
മൈനസ് ഓഫ് എൻ പ്ലസ് വൺ. നമ്മൾ ജനറലൈസ് ചെയ്യാനായിട്ടാണ് ഈ രണ്ടെണ്ണം അല്ലെ 2 or 3 എണ്ണം നമ്മൾ ചെയ്തു വന്നത്. ഈസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. ഓക്കെ. അപ്പൊ ഈ ഡെറിവേറ്റീവ് കിട്ടിയോ? എന്ത് ഡെറിവേറ്റീവ് ഇങ്ങനെ നമുക്ക് ജനറലൈസ് ചെയ്ത് എൻ ഫാക്ടോറിയൽ ഇൻറ്റു ആ കേട്ടോ. 1 മൈനസ് എക്സ് റേസ് ടു മൈനസ് ഓഫ് എൻ പ്ലസ് 1 എന്ന് എഴുതിയത് എങ്ങനെയാ കിട്ടിയെന്ന് മനസ്സിലായോ? Yes, ma'am. ഓക്കെ. ഇനി മറ്റേ എക്സ് മക്ലോറിൻ സീരീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഫ് ഡാഷ് എ എഫ് ടു ഡാഷ് സി നമ്മുടെ ടേലർ സീരീസ് എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? എഫ് ഡാഷ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് എഫ് ഡാഷ് എ ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് എ എഫ് ടു ഡാഷ് ഓഫ് എ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് എ. വെൻ വി പുട്ട് x equal to a equal to 0, then f dot 0 at x equal to 0. Okay. Then x into f2 dash of a, that is Maclaurin series will become endai f of 0 plus x by 1 factorial into f dot 0 plus x square by 2 factorial into f2 dash 0, etc. 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 At x equal to 0, നമ്മുടെ ഫങ്ഷൻസ് എത്ര കിട്ടും? 1 പ്ലസ് അല്ലേ, ഫങ്ഷണൽ വാല്യൂ ഈക്വൽ ടു 1 മൈനസ് എക്സ് റൈസ് ടു മൈനസ് 1. അറ്റ് എക്സ് ഈക്വൽ ടു 0 ദിസ് വിൽ ബി 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു അറ്റ് എക്സ് ഈക്വൽ ടു 0 എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് ഏത് വരും പറഞ്ഞേ? 1 ഫാക്ടോറിയൽ ഇൻറ്റു 1 അറ്റ് എക്സ് ഈക്വൽ ടു 0 2 factorial അല്ലേ, x equal to 0 1 raised to any term 1 ആണ്. So 2 factorial at x equal to 0 f3 dash x എന്ന് പറയുന്ന 3 factorial. So f n of x എന്ന് പറയുന്ന nth പവറിൻ്റെ അകത്ത് എത്ര വരും? n factorial വരും. Isn't it? Yes, ma'am. Okay. So നമ്മുടെ സീരീസ് എന്താവും? 1 plus x by 1 factorial into f dot 0 1 factorial. Then x square by 2 factorial into f2 dash 0 എന്ന് പറയുന്നത് ഏതാണ്? 2 factorial. x cube by 3 factorial into f3 dash 0 എന്ന് പറയുന്നത് എന്താണ്? 3 factorial plus etc. ഇതൊരു ഇൻഫിനിറ്റ് സീരീസ് ആണ്. ക്ലിയർ ആയോ? Yes, ma'am. അപ്പൊ അത്രയും ചെയ്തോ? അതെ, സീരീസ് ആദ്യം ഒന്ന് എഴുത്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫൈൻഡ് ദ ടൈലർ ഓർ ദ മക്ലോ അറ്റ് എക്സ് ഈക്വൽ ടു 0 ചെയ്യാനാണ് മക്ലോറിൻ സീരീസിലോട്ട് വരുന്നത്. അറ്റ് 4 1 മൈനസ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 0.1 എന്നാ ക്വസ്റ്റ്യൻ കേട്ടോ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് അറ്റ് 0.1. ഇതിലെത്തിയോ പിള്ളേരെ? ഈ സീരീസിലോട്ട് എത്തിയോ? ഈ പാർട്ട് എത്തിയോ? ഇവിടെ എത്തിയോ പിള്ളേരെ? എന്ത് കേസ് at x equal to 0 is n factorial. ഹലോ, സീരീസിലെത്തിയോ? The corresponding Maclaurin series is
1 plus x by 1 factorial into 1 factorial plus x square by 2 factorial into 2 factorial, x cube by 3 factorial into 3 factorial, etc. ഇതെല്ലാം cancelled ആയി പോകും അല്ലേ? So the given series is 1 plus x plus x square plus x cube, etc. എന്ന് പറയുന്നത് ഏതാണ്? That is the series 1 minus x raised to minus 1. ഹലോ, ഇത്ര എത്തിയോ? ഇത്രയും ചെയ്ത പിള്ളേരെ? ഹലോ, പ്ലീസ് റെസ്പോണ്ട്. Yes, ma'am. അത്ര എത്തിയോ? ചെയ്യുന്ന സമയം എടുത്തോ നിങ്ങൾ? നമ്മൾ എന്തായാലും നമ്മളിന്ന് ന്യൂമറിക്കൽ അടുത്ത ചാപ്റ്ററിലോട്ട് അടുത്ത് നാളെ പോകാം. നാളെ വരുമ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റർ കൊണ്ടുവരാൻ മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, നാളെ നമുക്ക് സൊല്യൂഷൻസ് ഓഫ് ലീനിയർ ഓൾജിബ്രായിക് ഇക്വേഷൻസിലോട്ട് വരാം. അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ സ്റ്റഡി ആയിട്ട് നമുക്കൊരു ഫോർമുല ഉണ്ട്, ഫോർമുല അപ്ലൈ ചെയ്യുന്നു, നമ്മൾ ഇറ്ററേറ്റീവ് പ്രൊസീജിയറാണ്, 1 by 1 നമ്മൾ അതിന്റെ സൊല്യൂഷനിലോട്ട് എത്തുന്നു. ഓക്കെ, അപ്പൊ നാളത്തെ തൊട്ട് നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ നമ്മളങ്ങ് പോകും. ഇതെന്ന് പറഞ്ഞ ഒരു ജനറൽ അവയർനെസ് ആയിരുന്നു. ഈ സീരീസ് കിട്ടിയ പിള്ളേരെ, മക്ലോറിൻ സീരീസ് കിട്ടി. ഇനി നമ്മൾ നോക്കിയേ, ഗിവിംഗ് ദാറ്റ് ഈസ് ദ സീരീസ് 1 minus x raised to minus 1 ആണ്. ദാറ്റ് ഈസ് ഇത് മാറിക്കഴിയുമ്പം ഈ ക്യാൻസൽഡ് ആയി പോകും ഇത് അല്ലേ? ഇതാണ് നമുക്ക് വേണ്ട സീരീസ് കിട്ടിയിരിക്കുന്നത്. നൗ ദ വാല്യൂ ഓഫ് 1 minus x raised to, അതായത് ഈ ഇതിന്റെ സീരീസ് കറസ്പോണ്ടിങ് ആയിട്ട് മക്ലോറിൻ സീരീസ് അറ്റ് x equal to 0.1 ഈസ് exactly given by the infinite series. എങ്ങനെ വരും? 1 plus x
0.1 plus x square, 0.1 square plus 0.1 cube, etc. Okay. Hello. Yes, ma'am. Okay. Okay. അപ്പോൾ at the point 0.1-ലുള്ള വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? This is the value for. Now find the truncation error in approximating 1 minus say at x equal to 0.1-ൽ taking first 3 terms. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 3 ടേംസ് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര വരും? 1 പ്ലസ് 0.1 പ്ലസ് 0.1 സ്ക്വയർ പ്ലസ് 0.1 ദ ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് എത്ര വരും? ആദ്യത്തെ 3 ടേം മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ബാക്കി ടേമുകളെ നമ്മൾ ട്രങ്കേറ്റ് ചെയ്തു. Is it clear? Yes, ma'am. Okay. So, thus the truncation error in the value of 1 minus x at x equal to 0.1 is എന്ന് പറയുന്നത് ഏതാ? ആക്ച്വലി 1.1 എങ്ങനെ വരും നമുക്കിത്? ആക്ച്വലി 1. ഇത് നമ്മളിവിടെ 3 ടേംസ് എടുത്തിട്ടുള്ളൂ. അടുത്ത ടേം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലോ 0.1 raised to 4 ആ വരുന്നത്. ദാറ്റ് ഈസ് 1.11111 ഇങ്ങനെ അങ്ങ് ഇൻഫിനിറ്റ് സീരീസാ അല്ലേ? Yes, എത്ര ma'am. നമ്പർ എടുക്കുന്നുണ്ടോ അതാണ് അതിന്റെ ട്രങ്കേഷൻ എറർ എന്ന് പറയുന്നത്. എത്ര വരും? ദിസ് ഇതാണ് ഒറിജിനൽ, ദിസ് മൈനസ് ദിസ്, അതാണ് ആ ട്രങ്കേഷൻ എറർ വന്നിരിക്കുന്നത്. Is it clear? Yes, ma'am. ഓക്കെ, അപ്പൊ ഇത്രയൊന്ന് കംപ്ലീറ്റ് ആക്ക്. അല്ല മാം, ഇതില് ഫസ്റ്റ് 3 ടേംസിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ. അപ്പൊ അത് ട്രങ്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താ? എന്തിനത് ബാക്കി നമ്മൾ മൈനസ് ഫസ്റ്റ് 3 ടേംസ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ബാക്കി ടേമുകളെല്ലാം ട്രങ്കേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അതിനെ അങ്ങ് ഒഴിവാക്കി. മനസ്സിലായോ? ഓക്കെ. ഫസ്റ്റ് 3 ടേംസ് സി ഇതൊരു ഇൻഫിനിറ്റ് സീരീസ് ആണ്. നമുക്ക് ഈ വാല്യൂ ഇങ്ങനെ നമുക്ക് എഴുതി, നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ കമ്പ്യൂട്ടർ ഓറിയന്റഡ് ആണ് നമ്മൾ പറയുന്നത്. നമ്മുടെ സിസ്റ്റത്തിന്റെ അകത്ത് 1.11111 എന്ന് പറഞ്ഞ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അവിടെ ഒരു 32 ബിറ്റ് നമ്പറോ അല്ലെ 64 ബിറ്റ് നമ്പറോ അത്രയും സ്പേസ് നമുക്ക് അവിടെ അലോക്കേറ്റ് ചെയ്ത് തന്നിട്ടുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യും? ജനറലി നമ്മൾ അതിനെ ട്രങ്കേറ്റ് ചെയ്യും ഇത്ര വാല്യൂന് വെച്ചിട്ട്. നമ്മൾ റൗണ്ട് ചെയ്യാന്ന് പറയുന്ന ഒരു എറർ കയറി വരും, ട്രങ്കേറ്റ് ചെയ്യുന്ന എറർ കയറി വരും. അതാണ് നമ്മൾ ആ സിസ്റ്റത്തിലോട്ട് വരുമ്പോൾ വരുന്ന സിസ്റ്റത്തിലോട്ട് ഒരു ന്യൂമറലിനെ നമ്മൾ സിസ്റ്റത്തിലോട്ട് ഫീഡ് ചെയ്യുമ്പോൾ സിസ്റ്റം എങ്ങനെയാണ് അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ അകത്ത് വരുന്ന എറേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അതിനകത്തെ ആ ട്രങ്കേഷൻ എറർ നമ്മൾ കണ്ടുപിടിച്ചതാ ഇവിടെ. നമ്മുടെ ഹെഡിങ് തന്നെ അതായിരുന്നു, ടൈലർ സീരീസ് ആൻഡ് ട്രങ്കേഷൻ എറർ ആയിരുന്നു അല്ലേ? ടൈലർ സീരീസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അവിടുത്തെ ട്രങ്കേഷൻ എറർ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്.
കംപ്ലീറ്റ് ആക്കിയോ പിള്ളേരെ? യെസ് മാം. ഓക്കെ. ഓക്കെ, സയൻറ്റിഫിക് നൊട്ടേഷൻ ആൻഡ് നമ്മൾ ആ സമ്മറി ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ ബാക്കിലോട്ട് വായിച്ച് നോക്കിയാലും ആ സമ്മറി പാർട്ടെങ്കിലും ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ചോപ്പിംഗ്, റൗണ്ടിങ്, എങ്ങനെയാണ് എറർ കയറി വരുന്നത്, റിലേറ്റീവ് എറർ, 32 ബിറ്റ്, 64 ബിറ്റ്. 32 ബിറ്റ് നമ്മൾ സിംഗിൾ പ്രിസിഷൻ, 64നെ നമ്മൾ ഡബിൾ പ്രിസിഷൻ എന്നാണ് പറയുന്നത് അല്ലേ? യെസ് മാം. ഓക്കെ. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം നമുക്ക് ബാക്കി സൊല്യൂഷൻ ഓഫ് ലീനിയർ ഓൾജിബ്രായിക് ഇക്വേഷൻസിലോട്ട് നമുക്ക് വരാം. ഡയറക്റ്റ് ഗോസ് എലിമിനേഷൻ മെത്തേഡ് ഉണ്ട്, റോ ഇന്റർചേഞ്ചർ പിവറ്റ് കണ്ടൻസേഷൻ മെത്തേഡ് ഉണ്ട്, ദെൻ ഗോസ് ജാക്കോബി ഐട്രേറ്റീവ് മെത്തേഡ്സിലോട്ട് നമ്മൾ പിന്നെ വരുന്നു. ഡയറക്റ്റ് മെത്തേഡ്സ് ഈ 2 എണ്ണമാണ് വരുന്നത്, പിന്നെ ഐട്രേറ്റീവ് മെത്തേഡിലോട്ട് വരുന്നു. പിന്നെ നമ്മൾ അടുത്ത ബ്ലോക്കിലോട്ട് നമുക്ക് പോകാം. ഓക്കെ. അത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ നാളെ വരുമ്പം നമ്മൾ ഫസ്റ്റ് സെമസ്റ്റർ പഠിച്ചിരുന്ന ആ മെട്രിക്സ് ഫോമുകളൊക്കെ ഓർമ്മയുണ്ടോ? യെസ് മാം. ഓക്കെ. അതിൻ്റെ അകത്ത് നമ്മൾ ട്രയാങ്കുലർ ഫോമിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന ഒരു റോ എലിമെന്ററി ഓപ്പറേഷൻസ് നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ. റോ എലിമെന്ററി ഓപ്പറേഷൻസ് നമ്മൾ പഠിച്ചിരുന്നു, അതിനെ ട്രയാങ്കുലർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഓർമ്മയുണ്ടോ? സി, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലിമെന്റ് 1 ആക്കുക, ബാക്കി കോളം വാല്യൂ 0 ആക്കും. സെക്കൻഡ് റോയിലെ 1 ആക്കണമെന്ന് നിർബന്ധമില്ല, നോൺ 0 ആയിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലിമെന്റ് A22 നോൺ 0 ആയിരിക്കും. അതിന്റെ താഴത്തെ, അതായത് ട്രയാങ്കുലർ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഡയഗണൽ എലിമെന്റ്സിന് താഴോട്ടുള്ളത് 0 ആക്കിക്കൊണ്ടിരും നമ്മൾ. ഓക്കെ. ആ ഓപ്പറേഷൻസ് ഓർക്കുന്നുണ്ടോ? 3 ഓപ്പറേഷൻസ് ഉള്ളത്. യെസ് മാം. എലിമെന്ററി റോ ഓപ്പറേഷൻസ്, ഏതെങ്കിലും നോൺ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇനി 2 റോസിനെ തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാം, ഒരു നോൺ 0 എലിമെന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ ചെയ്യാം. ഓക്കെ. അതാണ് ഈ റോ എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് ഗോസ് എലിമിനേഷൻ മെത്തേഡ് നമ്മൾ അടുത്ത ദിവസം നമ്മളത് തുടങ്ങാം. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇത്രയും കാര്യങ്ങളൊന്നും ഹോംവർക്ക് ചെയ്തിട്ടേ വരാവുള്ളൂ. ആ ആദ്യത്തെ പാർട്ട് മെട്രിക്സിന്റെ റോ എലിമെന്ററി ഓപ്പറേഷൻസ് ഉണ്ടല്ലോ, അതൊന്ന് നോക്കി മനസ്സിലാക്കിയിട്ടേ വരാവുള്ളൂ. ഇത് നമ്മൾ ഓരോ സ്റ്റെപ്പും ചെയ്യുമ്പോൾ നമ്മൾ സ്ലോ ആയിപ്പോവും, നിങ്ങൾക്ക് മനസ്സിലാകാതെയും വരും. ക്ലിയർ ആയോ? ഓക്കെ. ബാക്കി കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതേ ഉള്ളൂ. ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കൊണ്ടിതുണ്ട്. ട്രയാങ്കിൾ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുക. R4നെ നമ്മൾ റോ ഓപ്പറേഷൻസ് മാത്രം നോക്കിയാൽ മതി. റോയ്ക്ക് സിമിലർ ആയിട്ട് തന്നെ കോളം വരുന്ന, ഇവിടെ നമുക്ക് കോളം ഓപ്പറേഷൻസിന്റെ ആവശ്യം നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നാളെ വരുമ്പോൾ അതൊന്ന് നോക്കിയിട്ടേ വരാവുള്ളൂ കേട്ടോ. ഈ